പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്. ഉർവശി ചേച്ചിയാണ് ഇതിൽ ലീഡ് റോള് ചെയ്തിരിക്കണേ. ഒരുപാട് പുരുഷ വിദ്വേഷികളായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്നതും അവിടെ ഉണ്ടാവുന്ന കോലാഹലങ്ങളൊക്കെയാണ്. ഇതൊരു മലയാളം കോമഡി ത്രില്ലറാണ്. ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താ അറിയോ, ഇതിൻ്റെ പ്രൊഡ്യൂസർ ഉർവശി ചേച്ചിയാണ്, അതുപോലെ സ്റ്റോറിയും ഉർവശി ചേച്ചിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വിജയ് തമ്പി സാറുമാണ്. പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ല. ഓഹോ, മോള് ചെല്ല്, അച്ഛൻ ഇവിടെ നിൽക്കാം. ഈ ഹോസ്റ്റലിൽ എങ്ങനെയാ മുറി ഒഴിവുണ്ടാവോ? അയ്യോ, അത് ഹോസ്റ്റൽ അല്ല, വനിതാ വികസന കോർപ്പറേഷൻ സൂപ്രണ്ട് ചിന്താമണി അമ്മയുടെ വീടാണ്. അവിവാഹിതയായ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. കൂട്ടിന് 2-3 പെണ്ണുങ്ങളെ കൂട്ടിയിട്ടുണ്ടല്ലോ. ഈ പേയിങ് ഗസ്റ്റ് ഒരു ഏർപ്പാടുണ്ടല്ലോ, അതുപോലെ. സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ സിനിമ യഥാർത്ഥത്തിൽ ആ സിനിമ പിറക്കുന്നത് തന്നെ എൻ്റെ എല്ലാ സിനിമകളിലും, ആ സമയത്തെ എല്ലാ സിനിമകളിലും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നൊരു വ്യക്തിയാണ് ഉർവശി. അപ്പോൾ ഉർവശി എന്നോട് തമ്മി ചേട്ടാ നമുക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്താലോ? നമ്മൾ ഞാൻ ആലോചിക്കാം, തീർച്ചയായിട്ടും ആലോചിക്കാമെന്നുള്ള കാര്യമാണ്. അങ്ങനെ ഉർവശി പല പല കഥകളും പറഞ്ഞു, പല പല തിരക്കഥാകൃത്തുകളെ കൊണ്ടുവന്നു, അവരുടെ കഥകൾ കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഉർവശി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഉർവശി പറഞ്ഞ ഒരു ത്രെഡിൽ നിന്നാണ് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നൊരു സിനിമയിലേക്ക് വരുന്നത്. അതായത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലം, സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, ഒരു പുരുഷനും പ്രവേശനമില്ല, പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്ന വലിയ ബോർഡ് വെച്ചൊരു വീട്, അവിടെ താമസിക്കുന്ന പുരുഷന്മാരെ വെറുക്കുന്ന പുരുഷ വിദ്വേഷികളായ 4-5 സ്ത്രീകൾ, അവരിടയിലേക്ക് വന്നുപെടുന്ന മറ്റൊരു സ്ത്രീയായ ഉർവശി. ഒരാളെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷെ ഈ കുട്ടി പുരുഷ വിദ്വേഷിയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സൂപ്രണ്ട് പറയുന്നത് നേരാ. ഇവിടെ പറ്റിക്കൂടി നിൽക്കാൻ കള്ളം പറയുന്നല്ലോ. அப்படியெல்லாம் சொல்லக்கூடாதுமா. இந்த வீட்டு அட்ரஸ் கேட்டுதான் இந்த பொண்ணு எங்க வீட்டுக்கு வந்தது. புருஷ வித்வேஷிகள் தாமசிക്കുന്ന வீடு ஏது அப்படின்னா കേട്ടത് ഇല്ലമ്മാ. കൽപ്പനയുടെ കഥാപാത്രം വളരെ രസകരമായ കഥാപാത്രമായിരുന്നു. കൽപ്പന എന്ന ഒരു അഭിനേത്രി അല്ലെങ്കിൽ ആ മഹാനടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. കൽപ്പന എനിക്ക് തോന്നുന്നു ഡബിൾ റോൾ ചെയ്തൊരു സിനിമയാണ്. അതിൽ ഡബിൾ റോൾ എന്ന് പറഞ്ഞാൽ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ കൽപ്പനയുടെ ബ്രദറായിട്ട് സഹോദരൻ്റെ വേഷവും കൽപ്പനയാണ് ചെയ്തത്. ആണും പെണ്ണും, പെണ്ണ് വേഷം കിട്ടിയ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ആണ് വേഷം കിട്ടിയൊരു സിനിമയാണ് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്. അതിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, അതിൽ കൽപ്പനയുടെ സഹോദരനായിട്ട് വരുന്നതും കൽപ്പന തന്നെയാണ്. എങ്ങോട്ടാ അവിടെ തന്നെ നിന്നാ മതി. ഇങ്ങോട്ട് തന്നെ ഞാനൊരു കത്തയച്ച കിട്ടിയില്ലേ? കത്തി കിട്ടിയില്ലേ? കുത്ത് കിട്ടി. ബോധം കെട്ടവനാണെന്ന് പണ്ടേ അറിയാം. ഇപ്പൊ നിനക്ക് കണ്ണും കാണാൻ വയ്യേ? വാതക്കലൊരു ബോർഡ് വെച്ചിരുന്ന വായിച്ചില്ലേ ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാന്ന്? അതിന് ഞാൻ ഗേൾ ഫ്രണ്ട് ഒന്നും കാണാൻ വന്നതല്ലേ, എന്റെ പെങ്ങളെ കാണാൻ വന്നതല്ലേ. അയ്യോടാ, ഞാൻ എപ്പോഴാണ് അതിന്റെ പെങ്ങളായത്? പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റാണ്. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ശ്രീ ശശിധരൻ ആറാട്ട് വഴിയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഏറ്റവും നല്ല മലയാളം നല്ല രസകരമായിട്ട് ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ശശിധരൻ ആറാട്ട് വഴി. അദ്ദേഹമാണ് അതിൽ ഡയലോഗ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകുന്നു. നാച്ചുറലി നമ്മൾ പ്രത്യേകിച്ച് കോമഡി സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വയ്ക്കുന്ന ഡയലോഗ് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ചില പൊടിപ്പും തൊങ്ങലും എല്ലാം വരും. പ്രത്യേകിച്ച് ശ്രീ ജഗദീഷ് ശിവകുമാറിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടേഴ്സ്, ഇപ്പം ലളിത ചേച്ചിയെ പോലെ അല്ലെങ്കിൽ കൽപ്പനയെ പോലെ ഉർവശിയെ പോലെയുള്ള ആക്ടേഴ്സ് അത് ചെയ്യുമ്പോൾ നാച്ചുറലി അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇംപ്രവൈസേഷൻ ഉണ്ടാവും. അത് ഉണ്ട്. പക്ഷേ ബേസ് ഉണ്ടെങ്കിലല്ലേ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബേസ് എന്ന് പറയുന്നത് ശശിധരൻ ആറാട്ട് വഴിയുടെ മനോഹരമായ തിരക്കഥയാണ്. ഇക്കുറിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാ? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. അവിടെ പശുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുമ്പ. ആന്റി കണ്ടിട്ടുണ്ടോ? ആന്റി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടും കെട്ടിയെടുത്ത് എന്തിനാണെന്ന് ആദ്യം പറ. ഈ ആന്റിയെ പോലെ തന്നെ ലവ്ലി, ഭയങ്കര കൊരങ്ങി തന്റെ എന്റെ കട്ടറെടുത്തിട്ട് തന്നില്ല. പിന്നെ ഏറ്റവും രസകരമായ സംഭവം, നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ജനപ്രിയ നായകനായ ദിലീപ് അതിൽ മനോജ് കെ ജയൻ്റെ ഗ്യാങ്സ്റ്ററിലൊരാളാണ്, ഗ്യാങ്ങിലൊരാൾ. എനിക്ക് തോന്നുന്നു ദിലീപിന് ആ സിനിമയിൽ ആപ്പടെ ഒരു ഡയലോഗ് മറ്റേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് ആ സിനിമയിൽ. അതിനുശേഷം ദിലീപിൻ്റെ 2ാമത്തെ സിനിമയാണ് സൈന്യം എന്ന സിനിമ കഴിഞ്ഞ് വന്നിട്ട് 2ാമത്തെ സിനിമയാണ്. ഉർവശി തന്നെയാണ് ദിലീപിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശിയുടെ ഒരു പാർട്ണർ എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായ മലയാളികളിൽ ഒരാളായ ശ്രീ രവിപിള്ളയാണ്. സത്യത്തിൽ എന്താണ് അവിടെ പ്രശ്നം? എന്താണ് പ്രശ്നം? അവിടെ പ്രശ്നമൊന്നുമില്ല. ഇല്ലേ? ഇല്ല. ഓഹോ, മഠത്തിൽ ഈയിടെയായി അത്ര സുഖമല്ലാത്ത ശബ്ദത്തിൽ ആരുടെയോ കരച്ചിൽ കേൾക്കാറുണ്ടെന്ന് സ്ട്രീറ്റിൽ സംസാരമുണ്ട്. അയ്യോ, അതെന്താണെന്നറിയോ?
ചിന്താമണി ചേച്ചിക്ക് ഈടായിട്ട് ആസ്മ ഇത്തിരി കൂടുതലാ. രാത്രി നന്നായിട്ട് വലിക്കുന്നുണ്ട്. അതാ കരച്ചിലായിട്ട് തോന്നുന്നു. എന്നോട് പറഞ്ഞവരോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഭാഗ്യരേഖ വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ മഠത്തിലെ അന്തേവാസികളെ കുറിച്ച് പരദൂഷണം പറയുന്ന ഒരുപക്ഷെ ഞാനും കൂടിയനെ. തീർച്ചയായിട്ടും അത് പ്രകോപ നൂറ്റാണ്ട് ഒരു കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമയാണ്. ഒരുപാട് പേര് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ്. അതിലെ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് ഓരോരുത്തർ എടുത്തെടുത്ത് ചോദിക്കുന്ന സിനിമയാണ്. എൻ്റെ എണ്ണപ്പെട്ട സിനിമകളിലൊന്നും തന്നെയാണ്. പൊന്നമ്മയ്ക്ക് ഇഷ്ടമല്ലേ? എന്റെ അസുഖം ഇവൾക്ക് വന്നാ പൊന്നമ്മ എനിക്ക് ഇഷ്ടമാണ്.